നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് 2025 മഹാശനിമാറ്റം മീനൻ രാശിക്കാർക്ക് എങ്ങനെയായിരിക്കുമെന്നാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 2025 മാർച്ച് 29 ശനി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് കടക്കുന്നത്, അതായത് ജന്മരാശിയിലേക്ക്. മീനൻ രാശിയിലെ നക്ഷത്ര ജാതകർ ആരൊക്കെയാണ്? പൂരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയുമാണ്. ഈ മഹാശനിമാറ്റം ഈ നക്ഷത്ര ജാതകർക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. വളരെയധികം രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ളവരും സമയ സന്ദർഭങ്ങളനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിവുള്ളവരുമാണ് മീനൻ രാശിയിൽപ്പെട്ട പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇവർ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല മുഖലക്ഷണമുള്ളവരായിരിക്കും. ആരുടെ കൂടെയും മനസ്സ് വിട്ട് സംസാരിക്കുന്നവരായിരിക്കില്ല. മറ്റുള്ളവരോട് അത്ര കണ്ട് ഇടപഴകുന്നവരുമായിരിക്കില്ല. എപ്പോഴും പുതിയ വസ്ത്രങ്ങളും പുതിയ ആഭരണങ്ങളുമൊക്കെ ധരിക്കണമെന്ന ആഗ്രഹക്കാരായിരിക്കും. പൊതുവിൽ ഇവർ ദൈവഭക്തിയുള്ളവരും ആചാരാനുഷ്ഠാനങ്ങളും പാലിക്കുന്നവരായിരിക്കും. ഇവർ ജാഗ്രതയോടെ ജീവിക്കുന്നവരായിരിക്കും. ജീവിതത്തിൽ ഇവരുടെ ഉയർച്ച തന്നെ മറ്റുള്ളവരുടെ സഹായത്താൽ ആയിരിക്കും. 7ാം ശനിയിൽ 12ാം ഇടത്ത് ശനി വന്നപ്പോൾ, അതായത് കുംഭൻ രാശിയിൽ വന്നപ്പോൾ ജോലി സ്ഥലങ്ങൾ മാറി മാറി ചെയ്തവരുണ്ട്. രോഗം നിമിത്തം ചികിത്സ തേടി അലഞ്ഞവരുണ്ട്. അതായത് നെഞ്ചുവേദന, പല്ലുവേദന, വയറ് സംബന്ധമായ അസുഖങ്ങൾ മൂലം വലഞ്ഞവരുമുണ്ട്. അച്ഛനുമായി നല്ല ബന്ധമില്ലാതെ വഴക്കിട്ട് നിൽക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. പറഞ്ഞ വാക്കുപാലിക്കാൻ സാധിക്കാതെ വലഞ്ഞവരുണ്ട്. പാഴ്ചെലവുകൾ കുറേയധികം വന്നുഭവിച്ച കാലഘട്ടമാണ് കടന്നുപോയത്. കുടുംബത്തിൽ സമാധാനമില്ലായ്മ നടമാടിക്കൊണ്ടിരുന്ന കാലഘട്ടമാണ്. മൊത്തത്തിൽ ജീവിതത്തിൽ സുഖം കുറയുകയും സ്നേഹിച്ചവർ വിട്ടുപോവുകയും ചെയ്ത സാഹചര്യങ്ങൾ വന്നുഭവിച്ചിട്ടുണ്ട്. അയൽക്കാരുമായി സ്വരച്ചേർച്ചയില്ലായ്മ, കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ വിഷമിക്കുന്നവരുണ്ട്. ഇങ്ങനെ കുറേ അധികം കഷ്ടപ്പാടുകൾ സഹിച്ചവരാണ് മീനൻ രാശിക്കാർ. അപകടങ്ങൾ പറ്റി എല്ലിന് കേടുപാടുകൾ സംഭവിച്ച് ചികിത്സയിൽ കഴിയുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ശരിയായ ചികിത്സ കിട്ടാതെ പോയവരുണ്ട്. ഡിഫൻസ് മേഖലയിൽ, അതായത് പോലീസ് പട്ടാളം മേഖലയിൽ ജോലി ചെയ്യുന്നവർ കഴിഞ്ഞ 2.5 വർഷം വിശ്രമമില്ലാതെ ജോലി ചെയ്യേണ്ട അവസരങ്ങൾ വന്നുഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. ജീവിതത്തിൽ ത്യാഗം ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ മുന്നോട്ടുള്ള ജീവിതം സന്തോഷകരമായിരിക്കുകയുള്ളൂ. വിദേശത്ത് പോകാൻ താല്പര്യപ്പെട്ടു നിൽക്കുന്നവർ, പ്രത്യേകിച്ച് ജോലിക്കായിട്ട്, വളരെയധികം ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാവൂ. അതായത് വിദേശത്ത് പോകാൻ പറ്റിയ സമയമല്ല എന്ന്. ഒരാൾക്ക് 7ാം ശനി ജീവിതത്തിൽ 3 പ്രാവശ്യമായിരിക്കും വന്നു ഭവിക്കാൻ സാധ്യത. ചിലപ്പോൾ 1ാമതാകാം, 2ാമതാകാം, 3ാമതുമാകാം. എന്നിരുന്നാലും 7ാം ശനിയിൽ തന്നെ ആദ്യ 2.5 വർഷം കഴിഞ്ഞ് അടുത്ത 2.5 വർഷത്തിലേക്ക് കടക്കുകയാണ്. അതായത് ജന്മരാശിയിലേക്ക്. ധൈര്യം, വീര്യം ഇവയെ കെടുത്തുന്ന കാലമാണ് വരുന്നത്. ആത്മധൈര്യം ചോർന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതേപോലെയുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മീനൻ രാശിക്കാർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ആരോടും പറയാറില്ല. അത് ആർക്കും തന്നെ കണ്ടുപിടിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കാം.
ഉദ്യോഗസ്ഥനായാലും കൂലിവേലക്കാരായാലും അധികമായി ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് കിട്ടുന്ന വേതനം പഴയതു തന്നെയായിരിക്കും. അതിനെയൊന്നും എതിർത്തിട്ട് കാര്യമില്ല, അതിന് പ്രയോജനമുണ്ടാവുകയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കുക, അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. അതുപോലെ തന്നെ മീനൻ രാശിക്കാർക്ക് ആരും തന്നെ സഹായത്തിനുണ്ടാവുകയില്ല. ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം കടം വാങ്ങിക്കൂട്ടിയിട്ടുള്ളവരുണ്ട്. എങ്ങനെ കൊടുത്തു തീർക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. പൊതുവേ മീനൻ രാശിയിൽപ്പെട്ട 50 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ 7.5 ശനി കാലഘട്ടം ഈ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നവരുണ്ട്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യത്തിന് മുൻഗണന കൊടുത്ത് പ്രവർത്തിക്കേണ്ട കാലമാണ്. ഏതെങ്കിലും അസുഖം വന്നാൽ സ്വന്തമായി ചികിത്സിക്കാതെ നല്ല ചികിത്സ തേടേണ്ട കാലഘട്ടം കൂടിയാണ്. ഭാര്യാഭർത്തൃബന്ധം പരിപാവനമായി കാത്തു സൂക്ഷിക്കാൻ 100% നിങ്ങൾ തയ്യാറായിരിക്കണം. അത് ഭാര്യയായാലും ഭർത്താവായാലും. മീനൻ രാശിക്കാരുടെ പ്രേമബന്ധങ്ങൾ ഇപ്പോൾ തന്നെ ആടിയുലഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. മുന്നോട്ടു പോകാൻ സാധിക്കുമെങ്കിൽ മാത്രം മുന്നോട്ടു പോകുക, അല്ലെങ്കിൽ വിട്ടുകളയുക. അതുപോലെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ, അതായത് ഫിനാൻസ് മേഖലയിൽ ജോലി ചെയ്യുന്നവരും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആർക്കെങ്കിലും പണം കൊടുക്കുന്നുവെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. പ്രമേഹം പോലെയുള്ള അസുഖങ്ങളുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ആഹാരക്രമങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഏതൊക്കെ കഴിക്കാം, ഏതൊക്കെ കഴിച്ചുകൂടാ എന്നൊക്കെയാണ്. അതുപോലെ തന്നെ തറയിൽ തുണി വിരിച്ച് കിടക്കുന്ന ശീലമുള്ളവർ മീനൻ രാശിക്കാരുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മീനൻ രാശിക്കാരായ വീട്ടമ്മമാർ ഒരു കാരണവശാലും നിങ്ങളുടെ പണമായാലും ആഭരണങ്ങളായാലും ആർക്കും തന്നെ കൊടുക്കാതിരിക്കുക. ചിലപ്പോൾ നമ്മൾ അയൽക്കാർ തന്നെ ഒരു കല്യാണത്തിന് പോയിട്ട് കേട്ടോ ആ മാല ഇങ്ങോട്ടുതാ, അല്ലെങ്കിൽ ആ കമ്മൽ ഇങ്ങോട്ടുതാ, ഇങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു ശീലമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ സാധ്യത കുറവാണ്. ഏതെങ്കിലും രീതിയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ കൊച്ചുകുട്ടികൾ വാഹനം ഓടിക്കാതിരിക്കുക. ഇപ്പോഴുള്ള അച്ഛനമ്മമാർ അതിനെയൊക്കെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ തന്നെ അപകടാവസ്ഥയിൽ കഴിയുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. അവരെ വാഹനം ഓടിക്കാൻ അനുവദിക്കരുത് എന്നാണ്. മീനൻ രാശിക്കാരായവർ രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും ഓടിക്കരുത്. അങ്ങനെ ഓടിക്കേണ്ട ഏതെങ്കിലും സാഹചര്യമുണ്ടായാൽ ആരെയെങ്കിലും കൂടെ കൂട്ടി മാത്രമേ യാത്ര ചെയ്യാവൂ. ആർക്കും തന്നെ വാക്ക് കൊടുക്കാതിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി സാക്ഷി നിൽക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എപ്പോഴാണോ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് വരുന്നത് അപ്പോഴായിരിക്കും മീനൻ രാശിക്കാർക്ക് 7.5 ശനിയുടെ പിടിയിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുകയുള്ളൂ. മീനൻ രാശിക്കാരായ രക്ഷിതാക്കൾ അവരുടെ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതെയോ മറ്റോ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ സാധ്യത കൂടുതലാണ്. മീനൻ രാശിക്കാർ അവരവരുടെ ജോലികൾ അർപ്പണ മനോഭാവത്തോടുകൂടി ചെയ്യുക. നല്ല അനുഭവങ്ങൾ വന്നു ചേരാനിടയാകും. ഈ കാലഘട്ടത്തിൽ കടം വാങ്ങി വീട് പണി ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വാഹനം വാങ്ങുന്ന കാര്യത്തിലായാലും. വിദേശത്ത് നിൽക്കുന്നവർ വീട്ടാവശ്യത്തിനായി വരുന്ന തുക മാത്രം അയച്ചു കൊടുക്കുക. ബാക്കിയുള്ള പണം സ്വന്തം പേരിൽ തന്നെ ഇടുക. അല്ലാത്ത പക്ഷം അത് നഷ്ടപ്പെട്ടു പോകാൻ, പാഴ്ചെലവായി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. ജാഗ്രതയോടെ ജീവിക്കേണ്ട കാലഘട്ടമാണ് ഈ 2.5 വർഷക്കാലം. വ്യാഴത്തിൻ്റെ രാശിമാറ്റവുമായി ബന്ധപ്പെട്ട് 2027 കാലഘട്ടം മീനൻ രാശിക്കാർക്ക് കുറേ നന്മകൾ വന്നു ചേരുന്ന കാലമാണ്.
കയ്യിലെ പണം മുഴുവൻ ചെലവാക്കി പുതിയ സംരംഭങ്ങൾ ഇപ്പോൾ ആരംഭിക്കാതിരിക്കുക. പുതിയ ബന്ധങ്ങൾ വന്നു ചേരാൻ സാഹചര്യങ്ങൾ വന്നു ചേരും. വളരെയധികം ശ്രദ്ധിക്കണം. ഒന്നാമതും രണ്ടാമതും 7.5 ശനി നടക്കുന്നവർക്ക് അത്ര കണ്ട് കുഴപ്പങ്ങളൊന്നും കൂടാതെ സാധാരണയായി കടന്നു പോകും. അതായത് 45-50 വയസ്സിനകത്ത് നടന്നു പോകുന്ന 7.5 ശനിയുള്ളവർ. നിങ്ങളുടെ ജാതകത്തിൽ ശനി എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുക. നല്ല സ്ഥാനങ്ങളിലാണെങ്കിൽ നല്ല ഫലങ്ങൾ വന്നു ചേരും. മീനൻ രാശിക്കാരുടെ 7.5 ശനിക്കാലം സാധാരണയായി തന്നെ പോകുമെന്നുള്ളതാണ്. എങ്കിലും ജാഗ്രതയോടെ മുന്നോട്ടു പോകുക. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.